നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീന ലോകം ഭരിക്കുന്ന കാലമാണിത്. ഫുട്ബോൾ ലോകം ഭരിക്കുന്ന കാലം. 28 വർഷക്കാലം കിരീടമില്ലാതെ കഴിച്ചുകൂട്ടിയ ഒരു സമയമുണ്ട്. ഒരുപാട് മഹാരഥന്മാർ ആ കാലഘട്ടത്തിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ടൂർണമെൻറ്റുകളിൽ നിന്ന് പുറത്തു പോയിരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയും ഹെർനാൻ ക്രെസ്പോയും യുവാൻ റോമൻ റിക്കോൽമിയും ഒക്കെ അതിൽ പെടുന്നവരാണ്. പക്ഷേ ലിയോ മെസ്സിയും സംഘവും ഇപ്പോൾ പൊളിച്ചെടുക്കുകയാണ്. 2021 കോപ്പ അമേരിക്ക കിരീടം തൊട്ടു പിന്നാലെ ഫൈനലിസിമയിൽ മുത്തമിട്ടതിന് പിന്നാലെ വേൾഡ് കപ്പ് തന്നെ അങ്ങ് ഉയർത്തിക്കളഞ്ഞു. അവിടം കൊണ്ട് നിർത്തുന്നില്ലെന്നേ, വീണ്ടും കോപ്പയിൽ മുത്തമിട്ടു. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 4 കിരീടങ്ങളായി. അപ്പോൾ ഒരു ചോദ്യം, ഇപ്പോൾ കോപ്പ അമേരിക്കയിൽ അവർ ചരിത്രം കുറിച്ചല്ലോ. 16 കിരീടങ്ങളായി കോപ്പയിൽ. മറ്റാർക്കും 16 കിരീടങ്ങളില്ല. അർജന്റീന അവരുടെ ഫുട്ബോൾ ചരിത്രത്തിൽ എത്ര കിരീടം ചൂടിയിട്ടുണ്ട്? ഏതൊക്കെയാണ് ആ കിരീടങ്ങൾ? നമ്മൾ ഈ കണക്കെടുക്കുന്നത് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ കണക്കാണ്. മറ്റു പലർക്കും പല കണക്കുകളും പറയേണ്ടത് നമ്മൾ നോക്കുന്നില്ല. അർജന്റീനക്കാരെന്ത് പറയുന്നു, അർജന്റീൻ മാധ്യമം എന്ത് പറയുന്നു, അതാണല്ലോ അപ്പോൾ അർജന്റീനയുടെ കാര്യത്തിൽ നമ്മൾ ഔദ്യോഗികമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ 23 കിരീടങ്ങളാണ് അർജന്റീനയുടെ ചരിത്രത്തിൽ, ഫുട്ബോൾ ചരിത്രത്തിൽ അവർ നേടിയതായിട്ട് പറയുന്നു. ഇപ്പം അതിനിടയ്ക്കുള്ള ഈ ഒളിമ്പിക് ഗോൾഡ് മെഡൽ, അണ്ടർ 19 വേൾഡ് കപ്പ് അതൊന്നും കൂട്ടുന്നില്ല. ഒളിമ്പിക് ഗോൾഡ് മെഡൽ എന്ന് പറയുമ്പോൾ അത് സീനിയർ ഫുട്ബോളല്ല. അണ്ടർ 23 പ്ലെയേഴ്സാണ് അവിടെ കളിക്കാറുള്ളത്. 3 സീനിയർ താരങ്ങളാണ് അവിടെ പിന്നെ ടീമിലുണ്ടാവുക. അപ്പോൾ അത് സീനിയർ ഫുട്ബോളായിട്ട് പരിഗണിക്കുന്നതല്ല. അപ്പോൾ അത് ഉൾപ്പെടുത്താതെയാണ് TYC സ്പോർട്സ് ഈ കണക്ക് പുറത്തുവിടുന്നത്. അപ്പോൾ 23 കിരീടങ്ങൾ ഏതൊക്കെയാണ്? 1991 കോപ്പ അമേരിക്ക, 1925-ലും 27-ലും 29-ലും 37-ലും 41-ലും 45-ലും 46-ലും 47-ലും 55-ലും 57-ലും 59-ലും കോപ്പ അമേരിക്ക. അപ്പോൾ ആ വർഷങ്ങളിലൊക്കെ കോപ്പയിൽ കിരീടം ചൂടി. 12 കിരീടങ്ങളായി എന്നർത്ഥം. അപ്പോൾ അർജന്റീനയുടെ കോപ്പ കിരീടങ്ങൾ 16 എന്ന് പറയുമ്പോൾ അതിൽ 12 വന്നത് 1960-കൾക്ക് മുമ്പാണ്. ദെൻ അവരുടെ 13ാമത്തെ കിരീടം പാൻ അമേരിക്കൻ ചാമ്പ്യൻഷിപ്പാണ്. 1960-ലെ പാൻ അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ്. പിന്നെ 1978-ലും 86-ലും ഫിഫ വേൾഡ് കപ്പ് തന്നെ ടീം സ്വന്തമാക്കി. 91-ല് വീണ്ടും കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു. 92-ല് കോൺഫെഡറേഷൻസ് കപ്പിൽ മുത്തമിടുന്നു. 93-ല് വീണ്ടും കോപ്പ അമേരിക്ക കിരീടം അവർ സ്വന്തമാക്കുന്നു. അതിനുശേഷം 93-ൽ ഒരു കിരീടം കൂടിയുണ്ട്. അത് കോപ്പ ആറ്റോമിയോ ഫ്രാൻസി എന്ന് പറയുന്ന കിരീടമാണ്. അതിനുശേഷം പിന്നെ ഒരു ഡ്രൗട്ടാണ്, ഒരു കിരീട വരൾച്ചയുടെ കാലം. 28 കൊല്ലക്കാലം കിരീടമില്ലാതെ കടന്നുപോയി. പിന്നെ സാക്ഷാൽ ലിയോ മെസ്സിയുടെ നേതൃത്വത്തിൽ കിരീടങ്ങൾ വാരിക്കൂട്ടുകയാണ്. പിന്നെ 2021-ൽ കോപ്പയിൽ മുത്തമിടുന്നു, 2022-ൽ ഫൈനലിസ്റ്റുമായിൽ മുത്തമിടുന്നു, 2022-ൽ വേൾഡ് കപ്പിൽ മുത്തമിടുന്നു, 2024-ൽ കോപ്പ അമേരിക്കയിൽ മുത്തമിടുന്നു. ഇനി എത്ര കിരീടങ്ങൾ അവർ സ്വന്തമാക്കും? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.